എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് മത്തങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മത്തങ്ങ എരിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു ബൗൾ നിറച്ച് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് 2 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം മത്തങ്ങ ഇവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയമായപ്പോൾ തന്നെ മത്തങ്ങ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തവി വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രം കൂടെ കുറച്ച് വെള്ളം കഴുകി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആ ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി, അധികം തിളക്കുകയൊന്നും വേണ്ട. ഒന്ന് ചൂടായി തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ മത്തൻ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ഒന്ന് കടുക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ തേങ്ങ ഇവിടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനവിടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.